പെണ്ണിന്റെ ധൈര്യം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതേയില്ല. അവനിയുടെ ലക്ഷണം കണ്ടിട്ട് ആ പ്രസാദം തയ്യാറാക്കുമെന്ന് തോന്നുന്നു. അതിനൊന്നും കഴിയില്ല. നമുക്കിതുവരെ സാധിക്കാത്തത് അവക്കെങ്ങനെയാ സാധിക്കുന്നേ? അല്ല ചേച്ചി, എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ഗൈഡായി ജോലി ചെയ്തിരുന്നപ്പോ എത്രയോ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. എല്ലാ ദേവാലയത്തിലും പ്രസാദം കഴിച്ചു. ആ പ്രസാദം എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് ദേവാലയത്തിലെ ആളുകളോട് ചോദിച്ച് കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ പ്രസാദത്തിലും എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാവാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അറിവുകളെല്ലാം എനിക്ക് ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഇവിടെ വേദവതി അമ്മയുണ്ടാക്കുന്ന പ്രസാദം തയ്യാറാക്കുന്ന വിധത്തിൽ എനിക്കും ഈ പ്രസാദം തയ്യാറാക്കിയെടുക്കാനുള്ള ശക്തി എനിക്ക് തരണമേ അമ്മേ. അമ്മയ്ക്കൊന്നും പറ്റാതെ നോക്കണേ ദേവി. ആരോടും പറയാത്ത രഹസ്യം ഈ ചൂർണമാണ്. ഇതില്ലാതെ പ്രസാദം തയ്യാറാക്കാനാവില്ല. എന്റെ അതേ ജാതകമുള്ള മരുമോൾ വന്നു കഴിഞ്ഞാൽ ഈ രഹസ്യക്കൂട്ടിനെ കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുവരെ ഈ സത്യം എന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. ഇതെല്ലാം നിന്റെ തീരുമാനം, നിന്റെ മാത്രം ദയ. എല്ലാം നിന്നെ ഭരമേൽപ്പിച്ചു. നിന്റെ ദയവ് കൊണ്ട് എനിക്ക് തയ്യാറാക്കാൻ പറ്റി. വേദവതിയുടെ സ്ഥാനത്ത് നിന്നും മറ്റൊരു പെൺകുട്ടി പ്രസാദം ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടായിട്ടില്ല. അതുകൊണ്ടാ ആവനി ഉണ്ടാക്കിയ അഗ്നി കെടുത്താനായി വായുദേവൻ പ്രതാപം കാണിക്കുന്നത്. നമ്മള് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവള് മുന്നോട്ട് പോയി. ഇനി എന്ത് പ്രശ്നമാണ് അവോ നടക്കുന്നത്?
അടിച്ച കാറ്റിന് ഇപ്പൊ എല്ലാം കുളമായി കാണും. ഞാൻ കാരണം ഇവിടെ ദുശകനം ഉണ്ടായിന്ന് എല്ലാവരും പറയുന്നു. ആ അപമാനം ഇല്ലാതാക്കണേ അമ്മേ. പ്രസാദം, പ്രസാദം, അമ്മേ, അമ്മേ, പ്രസാദം, പ്രസാദം, അമ്മേ, പ്രസാദം. അമ്മേ. മോനെ, എന്ത് സംഭവിച്ചത്? എനിക്ക് അമ്മയ്ക്ക് പ്രസാദം സമർപ്പിക്കാനായില്ല. ഗ്രാമോത്സവത്തിന് എന്ത് പറ്റി? മുഹൂർത്തം കഴിഞ്ഞ മോനെ. ഏട്ടാ, അമ്മേ, 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 സൂക്ഷിച്ചമ്മേ. അമ്മേ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായില്ല ചേച്ചി. പ്രസാദം പൂർത്തിയാക്കിയെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഈ അമ്മയുടെ കൃപ. പ്രസാദം ഉണ്ടാക്കിയത് നീ ആയിരിക്കും, പക്ഷേ അത് ദേവിക്ക് സമർപ്പിക്കാനുള്ള അർഹത നിനക്കില്ല. ഏട്ടാ, മുഹൂർത്തത്തിന് ഇനിയും സമയമില്ലേ? 10 നിമിഷം കൂടി. ഞാനിന്ന് പ്രസാദം തയ്യാറാക്കട്ടെ. തയ്യാറാക്കാനായിട്ട് ഒരാൾ പോയിട്ടുണ്ട് വേദ. അതാരാ? ആവനി. ആണോ? ആ, അതെ. പ്രസാദം നിലത്തേക്ക് തള്ളിയിട്ട ആ വ്യക്തി പ്രസാദം തയ്യാറാക്കാൻ പോയെന്നോ? ശരിക്കും അവൾക്ക് അതിന് അർഹതയുണ്ടോ ഏട്ടാ? ഇനി എന്ത് പറഞ്ഞിട്ടും പ്രയോജനമില്ല. മുഹൂർത്തത്തിന് ഇനി ഏതാണ്ട് 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാരമില്ല പൂജാരി, ഞാൻ പോയിക്കോളാം. ഞാനത് തയ്യാറാക്കിക്കോളാം. മുഹൂർത്തം കഴിഞ്ഞാലും അമ്മ ക്ഷമിക്കുമായിരിക്കും പൂജാരി. ശരിയായ രീതിയിൽ പ്രസാദം സമർപ്പിച്ചില്ലെങ്കിൽ അമ്മ ഇത് ക്ഷമിക്കില്ല. ഞാൻ തയ്യാറാക്കാം. അമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. പ്രസാദം തയ്യാറായിട്ടുണ്ടമ്മേ? നിങ്ങളെല്ലാരും ഈ പ്രസാദം ആവനി ഉണ്ടാക്കിയതാന്ന് കരുതുന്നുണ്ടാവും. അവള് തുടങ്ങിയത് പൂർത്തിയാക്കിയത് ഞാനാണ്. ആവേശത്തോടെ പോയിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ തല കുനിച്ചിരിക്കായിരുന്നു. അറിയില്ലായിരുന്നു. അപ്പോഴാ ഞാൻ അവിടേക്ക് ചെന്നത്. ആവനിയെ ഞാൻ മാറ്റി നിർത്തി അന്നപൂർണേശ്വരിയെയും അമ്മയെയും ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിതിനുള്ള ശക്തി തന്നത് അമ്മയാണോ അമ്മയുടെ പ്രാർത്ഥനയാണോ എന്നൊന്നും എനിക്കറിയില്ല. ചേച്ചിയുടെ സഹായത്തോടെ വിജയകരമായി ഇത് പൂർത്തിയാക്കാൻ സാധിച്ചു. അതെ അതെ, അത് നോക്കി നിന്ന ഞങ്ങളൊക്കെ ആശ്ചര്യപ്പെട്ടുപോയി. ചേച്ചി വീട്ടിലെ വലിയ മോളായതുകൊണ്ട് ചെയ്യാൻ പറ്റി. പുറത്തുനിന്ന് വന്നവർക്കൊക്കെ ഇതൊക്കെ അറിയോ? അവർക്ക് പാചകം ചെയ്യാൻ തന്നെ അറിയില്ല. പ്രസാദം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. ലാവണ്യ സ്കെച്ച് ഇട്ടതാ. നിങ്ങളൊന്ന് സൈലന്റ് ആവാം. അമ്മ ഉണ്ടാക്കുന്നത്ര രുചിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് അമ്മയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പക്ഷേ ആപത്ഘട്ടം വന്നപ്പോ മൂത്ത മരുമകൾ എന്ന ധൈര്യത്തോടെ ഞാൻ എന്റെ കടമ നിറവേറ്റിയതാണമ്മേ. ആ കൈകൾ കൊണ്ട് തന്നെ ദേവിക്കിത് സമർപ്പിച്ചാലും. പ്രസാദത്തിന്റെ രഹസ്യം എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ലാവണ്യക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തോ തെറ്റ് സംഭവിച്ചിരിക്കുന്നു.
അമ്മയ്ക്ക് എന്നോടെന്തോ സംശയമുള്ളതുപോലെ. അങ്ങനെയെങ്കിൽ ആവനിയോട് തന്നെ നേരിട്ട് ചോദിക്കൂ അമ്മേ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഇത് തീർച്ചയായും ഏട്ടത്തി ചെയ്തതല്ല. നീ നിക്കടാ. അവനി, നീ എല്ലാത്തിനും സാക്ഷിയാണല്ലോ അല്ലേ? പ്രസാദം തയ്യാറാക്കിയത് ലാവണ്യാണെന്ന് പറ. പറ. അതെ ഏട്ടാ. മതിയോ അതോ ഇനി വേറെ എന്തെങ്കിലും തെളിവ് വേണോ? നിനക്കെല്ലാത്തിനും സംശയമാണല്ലോ അളിയാ. അമ്മേ, ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്കൂ. അതത്ര ചെറിയ കാര്യമാണോ? വേദവതി അമ്മയെ എങ്ങനെ വിശ്വസിക്കും? എന്തിനാവും പോയത്? ചെയ്തത് ഞാനല്ലെന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂക്കുത്തിയുടെ കാര്യത്തിലുണ്ടായ അപമാനത്തിനേക്കാൾ കൂടുതൽ സംഭവിക്കും. ഈ ചൂർണമില്ലാതെ ഒരിക്കലും പ്രസാദം സമ്പൂർണ്ണമാകില്ലമ്മേ. തയ്യാറാക്കുന്നതിനുള്ള ശക്തി ലാവണ്യക്കുമില്ല. ഈ ദിവ്യപ്രസാദം ലാവണ്യയുടെ കൈകളാൽ അമ്മ തന്നെയായിരുന്നു തയ്യാറാക്കിയത്. എന്തായിരിക്കും വരാത്തത്? എന്തു പറ്റി വേദ? എങ്ങോട്ടാ പോയത്? പ്രസാദത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ നിന്റെ അഭിപ്രായത്തിനായിട്ട് കാത്തിരിക്കുക. അമ്മേ, സമയപ്പോ നിമിഷങ്ങളിൽ നിന്ന് ക്ഷണങ്ങളായിട്ടുണ്ട്. പെട്ടെന്ന് പറയാ. ലാവണ്യയുടെ കൈകളാൽ ഉണ്ടാക്കിയ പ്രസാദം അമ്മയുടെ മുമ്പിൽ നിവേദ്യമായി സമർപ്പിക്കുന്നതിനുള്ള എല്ലാ യോഗ്യതകളും ഉള്ളതാണ് പൂജാരി. നിങ്ങൾ അങ്ങനെ പറഞ്ഞാല് ആ രഹസ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയാവൂ? കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ തല താഴ്ത്തി പോകണമായിരുന്നു. കുടുംബത്തിന്റെ മാനം നിരീക്ഷിച്ചു. നമ്മുടെ വംശത്തിന്റെ പെരുമ സംരക്ഷിച്ചു. താങ്ക് യു അമ്മേ. എല്ലാം അമ്മയുടെ അനുഗ്രഹം. ഇവിടുന്ന് അങ്ങോട്ട് എന്താകുമെന്ന് പേടിച്ച് അരമണിക്കൂർ നേരം ഞങ്ങളുടെ ഹൃദയം അങ്ങ് നിലച്ചുപോയി. നിങ്ങളുടെ മരുമോളുടെ പുണ്യം കൊണ്ട് ഇപ്പോഴാ ഞങ്ങളുടെ ശ്വാസം വീണത്. നിങ്ങളുടെ മരുമകള് ഈ നാടിനെ സംരക്ഷിച്ചു മോളെ. എപ്പോഴാണെങ്കിലും സ്വന്തക്കാരും പുറമക്കാരും ആമേ. ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് സന്തോഷം. വലിയ തടസ്സങ്ങളെ മാറിക്കിട്ടിയത് മോളെ. ഒരുപാട് നന്ദിയുണ്ട് മോളോട്. അയ്യോ അച്ഛ, അതിനെന്താ? അച്ഛൻ എന്നോട് താങ്ക്സ് പറയുന്നത് എന്തിനാ? ഇതെന്റെ കടമയല്ലേ. അതേ പൂജാരി, ഇനി എന്തായാലും ചടങ്ങ് തുടരാലോ അല്ലേ? എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് പ്രസാദം തൊട്ട് വന്നിക്കുക. അമ്മേ, അമ്മയ്ക്ക് ആ പ്രസാദം സമർപ്പിച്ചോളുക. ഇതാ അമ്മേ, പിടിക്കൂ. ആദ്യ പ്രസാദം നിങ്ങൾ തന്നെ എടുത്തോളുക.
അമ്മേ രുചി എങ്ങനെയുണ്ടമ്മേ? അവിടുന്ന് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടോ? നമ്മുടെ വേദവതി അമ്മയുടെ കൈപുണ്യം വേറെ ആര് ചെയ്താലും കിട്ടില്ല. കിട്ടിയിരിക്കുന്നു ചേട്ടാ. ശരിക്കും ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കി ലാവണ്യ. ഇത്ര നന്നായി നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സാക്ഷാൽ അമ്മ തന്നെ ചെയ്യിപ്പിച്ചതാ. അമ്മേ, എല്ലാവർക്കും നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ പ്രസാദം കൊടുക്കുക.